ഗാസയിൽ നിരന്തരം പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇത് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പട്ടിണി കിടന്ന്, അതായത് പട്ടിണി വെള്ളം കുടിക്കാനില്ലാതെ 798 പേർ, ഇതിൽ കുട്ടികളുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ മരണമടഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം ഭയാനകരമായി മാറിയിരിക്കുന്നു. അതായത് ഇസ്രായേലിന് ഇനി ഒരു തുള്ളി ചോര കുടിക്കാതെ ഗാസയിൽ പണി നടത്താൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ കുട്ടികൾക്ക് പോലും ക്യൂ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കാൻ നിവൃത്തിയില്ല. ഉടനെ തന്നെ ഇസ്രായേൽ വെടിവെക്കുകയും മിസൈൽ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതുവരെ ഗാസയിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. എന്നാൽ ഗാസയിലെ ആളുകൾ ഇസ്രായേലി ആക്രമണത്തിൽ മാത്രമല്ല ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ദയനീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് OHCHR 2025 ജൂലൈ 11 ഒരു പ്രസ്താവന പുറത്തിറക്കി. UN മനുഷ്യാവകാശ ഓഫീസ് അതിൻ്റെ പ്രസ്താവനയിൽ കുറഞ്ഞത് 798 പലസ്തീനികളുടെ മരണം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിൽ 615 മരണങ്ങൾ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും പിന്തുണയുള്ള ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമാണ് സംഭവിച്ചത് എന്നുമാണ് പറയുന്നത്. മറ്റ് സഹായ സംഘങ്ങളുടെ വാഹന വ്യൂഹങ്ങൾ സഞ്ചരിച്ച വഴിയിലാണ് 183 മരണങ്ങൾ സംഭവിച്ചത്. OHCHR അനുസരിച്ച് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും വെടിവയ്പ്പിലാണ് പരിക്കേറ്റത്. ഈ സാഹചര്യങ്ങൾ മാനുഷിക നിഷ്പക്ഷതയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നു എന്നാണിപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും GHF തള്ളിക്കളഞ്ഞു. ഏറ്റവും മാരകമായ ആക്രമണങ്ങൾ UN വാഹന വ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് അവർ അവകാശപ്പെട്ടു. 5 ആഴ്ചയ്ക്കുള്ളിൽ ഗാസയിൽ 70 ദശലക്ഷത്തിലധികം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തതായി GHF പറയുന്നു. അതേസമയം മറ്റു മാനുഷിക ഗ്രൂപ്പുകളിൽ നിന്നുള്ള സഹായം ഹമാസോ ക്രിമിനൽ സംഘങ്ങളോ കൊള്ളയടിച്ചു, അതുകൊണ്ടാണ് ഇവർ പട്ടിണി കിടന്ന് മരിക്കാൻ സാധ്യതയുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. മറുവശത്ത് സഹായങ്ങൾ കൊള്ളയടിക്കുന്ന സംഭവങ്ങൾ UN സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഗാസയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന മിക്ക ട്രക്കുകളും വിശക്കുന്ന ആളുകൾ തടഞ്ഞതായി വേൾഡ് ഫുഡ് പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അവരെ ഭീഷണിപ്പെടുത്തി ഹമാസ് ഇതിനെ കൈക്കലാക്കുകയാണ്. സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അതായത് അങ്ങനെ കൈക്കലാക്കുന്നതിനെതിരെ സുരക്ഷാ നടപടി സ്വീകരിച്ചു, പക്ഷേ അത് വർക്കായില്ല എന്നും ഇപ്പോൾ പല സംഘടനകളും പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.